മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 152 അടിയായി ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ ഏകപക്ഷീയമായ നിലപാട് കേരളത്തിന് ആശങ്ക ഇരട്ടിയാക്കുന്നു. കേരളത്തിലെ 6 ജില്ലകൾ നാമാവശേഷമാക്കുന്ന മഹാദുരന്തം ഏതു നിമിഷവും സംഭവിക്കാം എന്നതാണ് അതിനുള്ള പ്രധാന കാരണം. മാത്രമല്ല, വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒത്തുകളിയുണ്ടോ എന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കർശനമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കേരളത്തിന്റെ പുതിയ അണക്കെട്ട് നിർമ്മാണത്തിനായുള്ള ശ്രമങ്ങളെ തടയുമെന്നും നിലവിലുള്ള അണക്കെട്ടിൽ മാറ്റങ്ങളൊന്നും അനുവദിക്കില്ലെന്നും വ്യക്തമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ 50 വർഷം കാലാവധിയുള്ള 999 വർഷത്തെ കരാർ കേരളത്തിന് മുകളിലെ ജലബോംബായി മുല്ലപ്പെരിയാർ എന്ന അണക്കെട്ട് മാറുമോ എന്നാണ് ആശങ്കകളും ചർച്ചാ വിഷയവുമായി മാറുന്നത്. 30 ലക്ഷം പേരുടെ വരെ ജീവനും സ്വത്തുവകകളും മാത്രമല്ല, ഇത് കേരളത്തിലെ 6 ജില്ലകൾ ഇല്ലാതാക്കുന്ന മഹാദുരന്തം സംഭവിക്കാനും സാധ്യതയുണ്ടെന്നും കേരളത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന ആശങ്കയാണ്. ഇതിനിടയിലും അടുത്തിടെ നടത്തിയ മുല്ലപ്പെരിയാർ അണക്കെട്ട് ബലക്ഷയ പരിശോധന ഫലം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടില്ല എന്നതും ചർച്ചകൾക്ക് ചൂടുപിടിപ്പിക്കുന്നു. അതായത്, വിഷയത്തിൽ തമിഴ്നാട് സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഒത്തുകളിയുണ്ടോ എന്നാണ് ഈ ചർച്ചകൾക്ക് അടിത്തറ. മുല്ലപ്പെരിയാർ അണക്കെട്ട് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇതിന്റെ നടത്തിപ്പ് അവകാശം കൈയാളുന്നത് തമിഴ്നാടാണ് എന്നതാണ് ഇതിലെ വിചിത്ര വസ്തുത. അതായത്, തമിഴ്നാട് അണക്കെട്ടിന്റെ നടത്തിപ്പവകാശം നൽകുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്താണ്. അതാണ് ഒരു കരാറ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് 1895 പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചത്. അന്ന് തമിഴ്നാടിന് നടത്തിപ്പവകാശം നൽകുന്നത് തിരുവിതാംകൂർ ഭരണാധികാരിയും ബ്രിട്ടീഷ് സർക്കാരും തമ്മിലുള്ള 999 വർഷത്തെ പാട്ടക്കരാറാണ്. പക്ഷേ ഇവിടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് 50 വർഷത്തെ കാലാവധി കണക്കാക്കിയാണ്. എങ്കിലും ഇപ്പോൾ നടത്തിപ്പ് കരാർ ഉണ്ടാക്കിയത് 999 വർഷത്തേക്കായിരുന്നുവെന്നതാണ് ഇതിലെ രസകരമായ വസ്തുത. കേരളത്തെ സംബന്ധിച്ച് 126 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതും തുറക്കാതിരിക്കുന്നതും വലിയ സുരക്ഷാ ആശങ്ക തന്നെയാണ് ഓരോ നിമിഷവും ഉണ്ടാക്കുന്നത്. അതായത്, ഈ അണക്കെട്ടിനുണ്ടാകുന്ന ഏതൊരു പ്രശ്നവും കേരളത്തിലെ ദശലക്ഷം ആളുകളെയാണ് അതിശക്തമായി ബാധിക്കുക. അതായത്, അണക്കെട്ട് തുറന്നുവിട്ടാൽ ഒഴുകിയെത്തുന്ന ജലം പെരിയാറിന് ചുറ്റും പ്രളയം നിറയ്ക്കും. അതിനാൽ തന്നെ അണക്കെട്ടിന്റെ സുരക്ഷയും പ്രവർത്തനാവകാശങ്ങളും സംബന്ധിച്ച് കേരളവും തമിഴ്നാടും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. അണക്കെട്ട് സംബന്ധിച്ച് ആദ്യത്തെ സുരക്ഷാ ആശങ്ക 1925 വരുന്നത്. അതിനുശേഷം അണക്കെട്ടിന് കേടുപാടുകൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ 1979 വന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി സുപ്രീം കോടതി 2000 ഇടപെട്ട് അണക്കെട്ടിന്റെ സുരക്ഷ വിലയിരുത്തി. ഇതിനായി ഒരു വിദഗ്ധ സമിതിയും രൂപീകരിച്ചു. പക്ഷേ എത്ര വാദങ്ങളും പരാതികളും ലഭിച്ചിട്ടും ഈ തർക്കത്തിൽ ഇതുവരെ അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. നിലവിൽ ഒരിടവേളയ്ക്ക് ശേഷമാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ അന്തർ സംസ്ഥാന ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾ തടയുമെന്ന തമിഴ്നാട്ടിലെ വിജയുടെ പുതിയ സർക്കാർ നിലപാട് എടുത്തിരുന്നു. മാത്രമല്ല, 152 അടിയായി ജലനിരപ്പ് ഉയർത്താനുള്ള എല്ലാവിധ ശ്രമങ്ങളും തമിഴ്നാടിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും പറയുന്നു. ഡാമിന്റെ അറ്റകുറ്റപ്പണിക്കായി മുന്നോട്ടു പോകുമെന്നും സർക്കാർ നയത്തിലുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തമിഴ്നാടിനും കേരളത്തിനുമിടയിൽ മുല്ലപ്പെരിയാർ വലിയ തലവേദനയായി മാറുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.